കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചന പഠന ചിന്തകളോടനുബന്ധിച്ച് നമുക്ക് ഇന്ന് രാത്രിയിൽ വീണ്ടും കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് ഇടയാക്കിയ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ചില ദിവസങ്ങളായി, ചില ആഴ്ചകളായി ഗിരിപ്രഭാഷണം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള നമ്മുടെ ദൈവവചന ചിന്തകളുടെ പരമ്പരകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് സഹായിച്ച കർത്താവിന്റെ വിശ്വസ്തത ഓർത്ത് ദൈവം നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ശ്രേഷ്ഠരായ കർത്താവിന്റെ ദാസന്മാർ, കടന്നു വന്നിട്ട് ദൈവമക്കൾ എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുവിന്റെ നാമത്തിലുള്ള സന്ധ്യാവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിലെ ദൈവവചന ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. നമ്മെ ഒന്നും കടന്ന് ദൈവസന്നിധിയിൽ ശുദ്ധീകരിക്കപ്പെടുന്ന, നിർമ്മലീകരിക്കപ്പെടുന്ന ദിവസങ്ങളും നിമിഷങ്ങളുമായി തീരട്ടെ എന്ന് ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അതിനാൽ ദൈവസന്നിധിയിൽ വളരെ തികഞ്ഞ പ്രതീക്ഷയോടെ ദൈവസന്നിധിയായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഓൺലൈനിലൂടെ കർത്താവിന്റെ വചനം ശ്രമിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരെയും കർത്തൃനാമത്തിലുള്ള വന്ദനത്തെയും കർത്തൃനാമത്തിലുള്ള സ്നേഹത്തെയും നിങ്ങളെ അറിയിക്കുന്നു. കർത്താവായ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് ശ്രദ്ധേയമായ നമ്മുടെ ചിന്തകൾ ചിന്തിക്കുവാൻ ഇന്ന് രാത്രിയിലും ശരണപ്പെടുകയാണ്. ഒന്ന് വേഗത്തിൽ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് ഒന്ന് പറഞ്ഞ് അതിന്റെ തുടർമാന ഭാഗങ്ങളിലേക്ക് ചിന്തിക്കാൻ താല്പര്യപ്പെടുകയും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 20-ാമത്തെ വാക്യം ഗിരിപ്രഭാഷണത്തിന്റെ താക്കോൽ വാക്യമാണ്. നിങ്ങളുടെ നീതി പരീക്ഷന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കിടക്കുകയില്ല എന്നുള്ള കർത്താവിന്റെ ആ ശബ്ദം, അതിനെ എക്സ്പ്ലനേഷൻ അതിന്റെ വിവരണം എന്ന രീതിയിൽ കർത്താവായ യേശു ക്രിസ്തു 21-ാമത്തെ വാക്യം മുതൽ 48-ാമത്തെ വാക്യം വരെ 6 പ്രധാന ചിന്തകളിലൂടെ കർത്താവ് ആ വാക്യത്തെ വിവരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതിലെ പ്രധാനപ്പെട്ട 2 ചിന്തകളാണ് കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിച്ചത്. ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് കുല ചെയ്യരുത് എന്നുള്ളതാണ്. പരീക്ഷന്മാർക്ക് അവർക്ക് ലഭിച്ച ന്യായപ്രമാണം അനുസരിച്ച് ആ പ്രവൃത്തി ചെയ്തെങ്കിൽ മാത്രമേ അതെന്തായുള്ളൂ, പാപമായി മാറി, കുലയായി മാറി. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു അതിനെ ഒന്നുകൂടെ വിവരിച്ച് പറയുകയാണ്. ആ കുലയിലേക്ക് നിങ്ങളെ നയിക്കുന്നത് എന്താണ്? നിങ്ങളുടെ ഹൃദയത്തിനകത്തെ കോപമാണ്. ആ കോപമാണ് നിങ്ങളെ എന്ത് ചെയ്യുന്നത്? കുലയിലേക്ക് എന്ത് ചെയ്യും? നയിക്കുന്നത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് ആ കോപമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എന്ത് ചെയ്യേണ്ടത്? മാറ്റേണ്ടത് എന്നുള്ളത്. എന്നിട്ട് നമ്മൾ അതിന്റെ തുടർന്നുള്ള വിശുദ്ധീകരണങ്ങൾ നമ്മൾ വളരെ വ്യക്തമായി നമ്മൾ കാണുവാനിടയായത്. നിസ്സാര എന്ന് വിളിച്ചാൽ, അതോടൊപ്പം തന്നെ മൂട എന്ന് പറഞ്ഞാൽ ഒക്കെ ഉണ്ടാകുന്ന പരിണിത ഭവിഷ്യത്ത് എന്താണെന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കും, നമുക്ക് കാണുവാൻ കഴിയും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചിന്ത നമ്മൾ ചിന്തിച്ചത് വ്യഭിചാരം ചെയ്യരുത് എന്നുള്ളതാണ്. അത് നമ്മൾ കണ്ടു. കർത്താവ് 10 കൽപ്പന കൊടുത്തതിനകത്തെ 7-ാമത്തെ കൽപ്പനയാണ് വ്യഭിചാരം എന്ത് ചെയ്യരുത്, ചെയ്യരുത് എന്നുള്ളത്. അവിടെ നമുക്കറിയാവുന്ന പരീക്ഷന്മാരുടെ ശാസ്ത്രിമാരുടെ നീതി എന്ന് പറയുന്നത് ആ ക്രിയ ചെയ്തെങ്കിൽ മാത്രമേ എന്താകുകയുള്ളൂ, പാപമാകുകയുള്ളൂ. അവിടെയും കർത്താവ് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് പറയുകയാണ്, നീ സ്ത്രീയെ അത് മോഹിച്ചാൽ അതെന്തായി മാറുക, പാപമായി മാറുന്നു, അല്ലെങ്കിൽ അത് പാടില്ല എന്ന് കർത്താവ് പഠിപ്പിച്ചിട്ട് പറയുകയാണ്. നിങ്ങൾ അങ്ങനെ ആ നീതി എന്ത് ചെയ്യണം, കവിയണം എന്നുള്ളത് നമ്മൾ കാണുവാനും. ഇന്ന് 3-ാമത്തെ ചിന്തകളിലേക്ക് ഇന്നത്തെ ശ്രദ്ധേയത്തിരിക്കുകയാണ്. 3-ാമത്തെ ചിന്ത നമുക്ക് കാണുവാൻ കഴിയുന്നത് അതിന്റെ 31, 32 വാക്യങ്ങളിലാണ് നമുക്ക് ആ ചിന്ത കാണുവാൻ കഴിയുന്നത്. 3-ാമത്തെ ചിന്ത മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 31, 32 വാക്യങ്ങൾ. ആർക്കെങ്കിലും ഒരാൾക്ക് ആ വാക്യം ഒന്ന് ശബ്ദം ഉയർത്തി വായിക്കാം. ആരെങ്കിലും ഭാര്യ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണപത്രം കൊടുക്കട്ടെ എന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യ ഉപേക്ഷിക്കുന്നതിനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നു. ഈ വാക്യത്തെ ആസ്പദമാക്കിയാണ് കർത്താവ് 3-ാമത്തെ കാര്യം നമുക്ക് പറയുന്നതായിട്ട് നമുക്ക് കാണാം. 31, 32 വാക്യങ്ങളിൽ നമ്മൾ വായിച്ചു നോക്കിയാൽ അവിടെ പ്രധാനമായിട്ടും കർത്താവ് പഠിപ്പിക്കുന്ന ഒരു കാര്യം ഡിവോഴ്സ്, നമ്മുടെ നേരെ ഭാഷയിൽ പറഞ്ഞാൽ ഡിവോഴ്സ് പാടില്ല എന്ന് കർത്താവ് എന്ത് ചെയ്യുന്നു അവിടെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു ഭാഗം, ഈ പ്രമാണം നമുക്ക് കാണുന്നത് ആവർത്തന പുസ്തകത്തിലാണ്.
ആവർത്തന പുസ്തകം 24-ാം അധ്യായം അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ നമുക്ക് ഈ പ്രമാണത്തെ നമുക്കിവിടെ കാണാൻ കഴിയും. ആവർത്തന പുസ്തകം 24-ാം അധ്യായം അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ആ വാക്യങ്ങൾ ആരെങ്കിലും വായിച്ചാണ്. പുരുഷൻ ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്ത് വിവാഹം ചെയ്ത ശേഷം അവളിൽ ദൂഷ്യമായ വല്ലതും കണ്ടിട്ട് അവൻ അവളോട് അനിഷ്ടം തോന്നിയാൽ ഒരു ഉപേക്ഷണപത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് അയക്കണം. അവന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട ശേഷം അവൾ പോയി മറ്റൊരു പുരുഷന് ഭാര്യയായിരിക്കാം. എന്നാൽ രണ്ടാമത്തെ ഭർത്താവ് അവളെ വെറുത്ത് ഒരു ഉപേക്ഷണപത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് അയക്കുകയോ അവളെ ഭാര്യയായിട്ട് എടുത്ത് രണ്ടാമത്തെ ഭർത്താവ് മരിച്ചു പോവുകയോ ചെയ്താൽ അവളെ ഉപേക്ഷിച്ച മുമ്പിലത്തെ ഭർത്താവിന് അവൾ അശുദ്ധിയായ ശേഷം അവളെ പിന്നെയും ഭാര്യയായി പരിഗ്രഹിച്ചുകൂടാ. അത് യഹോവയുടെ മുമ്പാകെ അറപ്പാകുന്നു. നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശം നീ പാപം കൊണ്ട് മലിനമാക്കരുത്. മലിനമാക്കരുത്. ആവർത്തന പുസ്തകം 24-ാം അധ്യായം ഈ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളുടെ ആസ്പദമാക്കിയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഉപേക്ഷണ പത്രം എന്ത് ചെയ്യട്ടെ, കൊടുക്കട്ടെ എന്നുള്ള പ്രമാണം നമുക്ക് എന്ത് ചെയ്യുന്നത് കാണാൻ കഴിയുന്നു. നാം വായിച്ച ആവർത്തന പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ദൂഷ്യമായി വല്ലതും കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്ത് വിവാഹം ചെയ്ത ശേഷം അവളിൽ ദൂഷ്യമായത് എന്തെങ്കിലും ഉണ്ട് എന്ന് കണ്ടാൽ അവൾക്ക് എന്ത് നൽകാം? ഉപേക്ഷണ പത്രം നൽകി അവളെ എന്ത് ചെയ്യാം? വീട്ടിലായി. എന്ന് പറഞ്ഞാൽ ആ പ്രമാണം അനുസരിച്ച് ദൂഷ്യമായത് എന്തെങ്കിലും കണ്ടാൽ എന്ത് കൊടുക്കാം? ഉപേക്ഷണ പത്രം കൊടുക്കാൻ കഴിയും. അപ്പോൾ ആ പ്രമാണത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചാൽ എന്ത് കൊടുക്കണം? ഉപേക്ഷണ പത്രം എന്ത് ചെയ്യണം? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, പഴയ നിയമത്തിൽ ആ നിയമം എവിടുന്ന കിടക്കുന്നത്? ആ നിയമമാണ് പരീക്ഷന്മാർക്കും ശാസ്ത്രന്മാർക്കും അറിയാവുന്ന നിയമം. അവരുടെ നീതി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ദൂഷ്യമായത് ഒരു സ്ത്രീയിൽ കണ്ടാൽ, വിവാഹം ചെയ്ത ശേഷം ഒരു സ്ത്രീയിൽ കണ്ടാൽ അവൾക്ക് എന്ത് നൽകണം? ഉപേക്ഷണ പത്രം കൊടുത്ത് അവളെ എന്ത് ചെയ്യാം? അപ്പോൾ പരീക്ഷന്മാർക്കും ശാസ്ത്രിമാർക്കും അറിയാവുന്ന നിയമം ഇതാണ്, നീതി ഇതാണ്. ദൂഷ്യമായത് കണ്ടാൽ ഉപേക്ഷണ പത്രം കൊടുത്ത് അവളെ എന്ത് ചെയ്യാം? ഉപേക്ഷിക്കാം. എന്നാൽ കർത്താവ് പറയുകയാണ്, 32-ാം വാക്യത്തിൽ പറയാണ്, ഞാനോ നിങ്ങളോട് പറയുന്നത് പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യുന്നു. അപ്പൊ നോക്കണേ, 31-ാമത്തെ വാക്യത്തിൽ പരീക്ഷന്മാർക്കും ശാസ്ത്രിമാർക്കും അറിയാവുന്ന പഴയ നിയമത്തിലെ നിയമത്തെ കർത്താവ് എന്ത് ചെയ്യുക? പറയുക. എന്നിട്ട് 32-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയാം, ഞാനോ നിങ്ങളോട് പറയുന്നത് എന്താ ചെയ്യുന്നത്? പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് എന്ത് ചെയ്യുന്നു? ഇനി നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചാണ്, 2 പദങ്ങൾ ആ വാക്യത്തിൽ തന്നെ വരുന്നുണ്ട്. ഒന്നാമത്തെ പദം എന്ന് പറയുന്നത് പരസംഗം എന്ന പദമാണ്, പരസംഗം എന്ന് പദം. രണ്ടാമത്തെ പദം എന്ന് പറയുന്നത് വ്യഭിചാരം എന്ന് പറയുന്ന പദം. ഈ 2 പദങ്ങളാണ് നമുക്ക് കാണാം. അപ്പോൾ എനിക്കൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാനുള്ളത്, ബൈബിൾ സ്റ്റഡിയാണ്, അതുകൊണ്ട് ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഈ 2 വാക്കുകൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നോക്കിയേ, ഒന്നാമത്തെ പദം കർത്താവ് പറയാണ് പരസംഗം ഹേതുവായിട്ട് അല്ലാതെ. അപ്പോൾ നമ്മൾ ഈ വാക്യത്തെ വെച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ, പരസംഗം ചെയ്താൽ ഭാര്യ എന്ത് ചെയ്യാം എന്ന വാക്യത്തിലുണ്ട്. പക്ഷെ അടുത്ത പദം നിങ്ങൾ നോക്കിയേ, ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് എന്ത് ചെയ്യുന്നു? അപ്പൊ 2 പദങ്ങൾ നോക്കിയേ, പരസംഗവും വരുന്നു, വ്യഭിചാരം വരുന്നു. അപ്പൊ ഇത് 2 ഒന്നാണോ അത് ഇത് 2 രണ്ടാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട് എന്ന് എനിക്കറിയത്തില്ല. ഇത് നമ്മൾ പഠിക്കുമ്പോൾ ഈ 2 പദം 2 അർത്ഥം, 2 പദവും 2 അർത്ഥം. ഇനി
നമ്മൾ ഈ വാക്യത്തെ എടുത്തുകൊണ്ടാണ് ഡിവോഴ്സിനെ പോലും നമ്മൾ ലൈസൻസ് ചെയ്യുന്നത്. ഡിവോഴ്സിനെ നമ്മൾ ലൈസൻസ് ചെയ്യുന്നത് പലപ്പോഴും എന്തുകൊണ്ടാണ്? ഈ വാക്യം എടുത്തുകൊണ്ടാണ്. കാരണം കർത്താവ് പോലും പറഞ്ഞിട്ടുണ്ട് പരസ്പരം ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും? അങ്ങനല്ലേ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുക. പരസ്പരം ഹേതുവായിട്ട് എന്ത് ചെയ്യാം? അപ്പൊ ഇതുകൊണ്ട് നമ്മുടെ ഇടയിൽ ഡിവോഴ്സ് കൂടുന്നു. ഇതുകൊണ്ട് നമ്മൾ ഇതിനെ ലൈസൻസ് ചെയ്യുകയാണ്. ഡിവോഴ്സ് ചെയ്യാൻ കർത്താവ് എന്ത് ചെയ്തിട്ടുണ്ട്? പക്ഷെ ആ വാക്യം നമ്മൾ മനസ്സിലാക്കണം. ഞാനിത് പറഞ്ഞതിന് ശേഷം ഞാൻ പല വാക്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധയിലേക്ക് തരാം. ഈ മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രമേ ഇങ്ങനെ ഒരു ഒറ്റ ക്ലോസ് നമുക്ക് എന്ത് ചെയ്തുള്ളൂ. ബൈബിളിൽ നിങ്ങൾ വേറെ ഏത് ഭാഗം ഉടനീളം വായിച്ചാലും ഇങ്ങനത്തെ ഒരു ക്ലോസ് നമുക്ക് എന്ത് ചെയ്തില്ല. എന്താ ക്ലോസ്? പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നതിനല്ല. നിങ്ങളെ വാക്ക് ശ്രദ്ധിക്കും. പരസംഗം ഹേതു. അപ്പൊ അതിനർത്ഥം എന്താ? പരസംഗം ചെയ്താൽ എന്ത് ചെയ്യാം? ഉപേക്ഷിക്കാം. ഈ ഒരു ക്ലോസ് നമുക്ക് എവിടെ മാത്രമേ കാണാൻ കഴിയുള്ളൂ? മത്തായിയുടെ സുവിശേഷത്തിൽ. ഇതുകൊണ്ടാണ് നമ്മൾ പലരും ഡിവോഴ്സ് ചെയ്തതിന് പിന്നെ രണ്ടാം കല്യാണം നടത്തി കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? നടത്തി കൊടുക്കാൻ പോലും നമുക്കൊരു മടി. കാരണം ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ അത് നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഇതിന്റെ പശ്ചാത്തലം എന്ത് ചെയ്യണം? ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഏത് വാക്യത്തെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോഴും ആ വാക്യത്തിന്റെ പശ്ചാത്തലം എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. മത്തായിയുടെ സുവിശേഷം എഴുതപ്പെട്ടത് പ്രധാനമായിട്ട് ആർക്കാണ്? യഹൂദന്മാരാണ്, അല്ലേ? അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ യഹൂദന്മാരുടെ രാജാവായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് എഴുതപ്പെട്ടത് പ്രധാനമായിട്ട് ആരോടാണ്? യഹൂദന്മാരോടാണ്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ആര് പറയുന്നത്? സുവിശേഷൻ എന്ത് ചെയ്യുന്നത്? ഈ ഭാഗം എന്ത് ചെയ്യുന്നത്? ഞാൻ അതാ പറഞ്ഞത്. മറ്റൊരു സ്ഥലത്ത് പോലും നമുക്ക് എന്ത് കാണാൻ കഴിയുന്നത്? ഇങ്ങനൊരു ക്ലോസ് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലൂടെ ഇപ്പൊ പല ചോദ്യങ്ങൾ വരുന്നുണ്ടെന്ന് എനിക്കറിയാം. ആ ചോദ്യങ്ങളൊക്കെ ഇപ്പൊ ഇരിക്കട്ടെ. നമുക്ക് ഏറ്റവും അവസാനം അതൊക്കെ സംസാരിക്കാനായിട്ട് നമുക്ക് സമയമെടുക്കാം. നമ്മൾ ഇതിന് പറ്റാത്തത് മനസ്സിലാക്കണം. ഒരു യഹൂദനെ സംബന്ധിച്ച് നമ്മുടെ സമയത്തെ പോലെ അല്ല അവരുടെ കല്യാണം എന്ത് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ കല്യാണങ്ങൾക്ക് ഇന്ന് എൻഗേജ്മെന്റ് കഴിയുന്നു, രണ്ടാമത്തെ ദിവസം എന്ത് നടക്കുന്നു? കല്യാണം എന്ത് ചെയ്യുന്നു. ചിലർക്ക് അത്രയും പോലും സമയം എടുക്കാറില്ല. രാവിലെ എൻഗേജ്മെന്റും അരമണിക്കൂറിനുള്ളിൽ കല്യാണം എന്ത് ചെയ്യും. കാരണം നമ്മുടെ കല്യാണങ്ങളും നമ്മുടെ എൻഗേജ്മെന്റിലൊക്കെ അങ്ങനെയാണ്. ഇന്നത്തെ കാലം അങ്ങനെ. പക്ഷെ യഹൂദനെ സംബന്ധിച്ച് അവരുടെ വിവാഹം നടക്കുന്നത് അങ്ങനെയല്ല. വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കുറഞ്ഞത് ഏകദേശം 1 വർഷം കഴിഞ്ഞതിന് ശേഷം എന്ത് നടക്കുന്നുള്ളൂ. ഇനി ഞാൻ അതിനൊന്നും ചേർത്ത് 6 മാസം മുതൽ 1 വർഷം വരെ, ഏറ്റവും കുറഞ്ഞ 1 വർഷം. 1 വർഷത്തോളം കഴിഞ്ഞിട്ട് എന്ത് നടക്കുള്ളൂ? വിവാഹം തീരുന്നു. അപ്പോൾ ഈ കല്യാണം നടക്കാൻ എത്ര നാളത്തെ ദൈർഘ്യമുണ്ട്? ഏകദേശം 1 വർഷത്തെ ദൈർഘ്യമുണ്ട്. ഇതിന്റെ ഇടയിൽ, ഏതിന്റെ ഇടയിൽ? ഈ എൻഗേജ്മെന്റ് നടന്നതിനും കല്യാണത്തിന്റെ ഇടയിൽ ഉണ്ടാകുന്ന അവിശ്വസ്തയെ വിളിക്കുന്ന പേരാണ് പരസംഗം എന്ന് പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? അത് മനസ്സിലായി വിശ്വസിക്കുക. എന്നാൽ വ്യഭിചാരം എന്ന് പറയുന്നത് അങ്ങനല്ല. വിവാഹത്തിന് ശേഷം ഉണ്ടാകുന്ന അവിശ്വസ്തതയ്ക്ക് വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 വാക്കുകൾ അർത്ഥം മനസ്സിലാക്കുന്നു. വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക? വിവാഹത്തിന്റെ ഇടയിൽ, ആ വിവാഹ ദിവസത്തിന് അതിന്റെ ഇടയിൽ കിടയുന്ന സമയത്ത് അവിശ്വസ്തത ഉണ്ടായാൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫോർണിക്കേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്, പരസംഗം എന്ന് പറയുന്നത്. എന്നാൽ വ്യഭിചാരം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് വിവാഹ ശേഷം നടക്കുന്ന അവിശ്വസ്തയെ വിളിക്കുന്ന പേര് എന്തെന്ന് പറയുന്നത്. അപ്പോൾ
ആ ഒരു പശ്ചാത്തലത്തിലാണ് മത്തായി ഇവിടെ പറയുന്നത്, പരസംഗം ഹേതുവായിട്ടല്ലാതെ എന്ത് ചെയ്യരുത്, ഭാര്യ ഉപേക്ഷിക്കുന്നതെല്ലാം വ്യഭിചാരം എന്ത് ചെയ്യുക, അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ രണ്ടാമത്തെ പ്രത്യേകതയുണ്ട്. യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ അവരെ ഭർത്താവും ഭാര്യയുമായിട്ട് എന്ത് ചെയ്യും, അംഗീകരിക്കും. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞ ഉടനെ തന്നെ അവരെ ആരായിട്ട് അംഗീകരിക്കും, ഭർത്താവും. പക്ഷെ അവർ ഒരിക്കലും കൂടി എന്ത് ചെയ്യത്തില്ല, വരികയില്ല. കൂടി വരുന്നത് എപ്പോഴും മാത്രമേ ഉള്ളൂ, വിവാഹത്തിന്. ഇനി നമ്മുടെ പശ്ചാത്തലം നോക്കിക്കേ, നമ്മുടെ പശ്ചാത്തലത്തിൽ വിവാഹത്തിന് ശേഷമേ അവരെ ഭാര്യ ഭർത്താവായിട്ട് എന്ത് ചെയ്തുള്ളൂ. എന്നാൽ യഹൂദന്റെ പശ്ചാത്തലം അനുസരിച്ച് അങ്ങനെയല്ല. വിവാഹ നിശ്ചയം കഴിഞ്ഞ ഉടനെ തന്നെ അവരെന്തായി കണക്കാക്കും, ഭാര്യയായി. എന്താ തെളിവ്? ബൈബിളിൽ തന്നെ തെളിവുണ്ട്. ബൈബിളിൽ തന്നെ തെളിവ് ഞാൻ നിങ്ങൾ എന്റെ കൂടെ വരണം. അവിടെ നമുക്ക് 1-ാം അധ്യായം 18-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ വാക്യം ഇങ്ങനെ പറയുന്നത് ശ്രദ്ധിക്കണമേ. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജനനം ഇവണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസേഫിന് വിവാഹ നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുൻപേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. ആ വാക്ക് പറയണം, പരിശുദ്ധാത്മ വിട്ടുപോകാതെ പറഞ്ഞൊരു വാക്കാ. എന്താണ്? അവരെന്ത് ചെയ്തു? അവർ കൂടി വരുന്നതിന് മുൻപ്. അതിന് മുമ്പ് ഒരു വാക്യം പറഞ്ഞു, വിവാഹ നിശ്ചയിക്കപ്പെട്ട ശേഷം. അപ്പോൾ ശ്രദ്ധിക്കണം, യോസെഫിന്റെയും മറിയയുടെയും എന്ത് മാത്രമേ നടന്നുള്ളൂ? വിവാഹ നിശ്ചയം മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? നടന്നിട്ടുള്ളൂ. അവർ കൂടി വരുന്നില്ല എന്ന് വളരെ വ്യക്തമായി പറയാം. എന്നിട്ട് നോക്കണമേ, 19-ാം വാക്യം എങ്ങനെ പറയുന്നത്? അവളുടെ ഭർത്താവായ യോസേഫ്. എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്? അവളുടെ ഭർത്താവായ. കല്യാണം കഴിഞ്ഞോ? ഇല്ല. എന്തേ കഴിഞ്ഞുള്ളൂ? നിശ്ചയം മാത്രമേ കഴിഞ്ഞുള്ളൂ. ഇനി നോക്കണമേ, താഴോട്ട് വായിച്ചു വരുമ്പോൾ അടുത്തൊരു ഭാഗം കാണുന്ന ഒരു പദമുണ്ട്. യോസേഫിനോട് പറയുകയാണ്, നിന്റെ ഭാര്യയെ എന്ത് ചെയ്യണ്ട, മറിയെ ചേർത്തുകൊള്ളുവാൻ നീ എന്ത് ചെയ്യണ്ട, ശങ്കിക്കേണ്ട. അവിടെ എങ്ങനെ പറഞ്ഞേ? നിന്റെ ഭാര്യയായ മറിയെ. നമ്മൾ നോക്കണമേ, വിവാഹ നിശ്ചയം കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷെ ആ വിവാഹ നിശ്ചയം കഴിഞ്ഞ ഉടനെ അവർ ആരായിട്ട് കാണും? ഭാര്യയായും ഭർത്താവായും കാണും. പക്ഷെ അവരെന്ത് ചെയ്തില്ല? കൂടി വരികയില്ല. രണ്ടാമത്തെ പ്രത്യേകത നമ്മൾ കണ്ടത്, ആ വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം ഏകദേശം 1 വർഷമെങ്കിലും എടുക്കും അവരുടെ വിവാഹം എന്ത് ചെയ്യാൻ വേണ്ടി, നടക്കാൻ വേണ്ടി. ഈ പശ്ചാത്തലത്തിൽ നിന്ന് വേണം നമ്മൾ ഏതിനെ വ്യാഖ്യാനിക്കാൻ. 31-ാമത്തെ ആ വാക്യത്തെ അല്ലെങ്കിൽ 32-ാമത്തെ വാക്യത്തെ വ്യാഖ്യാനിക്കാം. അവിടെ ഇങ്ങനെ പറയാം, ഞാനോ നിങ്ങളോട് പറയുന്നത് പരസംഗം ഹേതുവായിട്ടല്ലാതെ. നിങ്ങൾക്ക് മനസ്സിലായോ? ഉപേക്ഷണപത്രം കൊടുക്കാൻ ഉപേക്ഷിക്കാൻ എപ്പോഴേ വ്യവസ്ഥയുള്ളൂ. വിവാഹ നിശ്ചയത്തിനും വിവാഹത്തിന് ഇടയിൽ എന്തെങ്കിലും അവിശ്വസ്തത ഉണ്ടെങ്കിൽ എന്തിനു അവകാശമുണ്ട്? അപ്പോൾ അതിന്റെ അർത്ഥം വിവാഹം കഴിഞ്ഞാൽ അവരുടെ നീതി എന്തായിരുന്നു? പരീക്ഷന്റെ ശാസ്ത്ര നീതി എന്താ? വിവാഹത്തിന് ശേഷം ഭാര്യ ദൂഷിയായി കണ്ടാൽ അവർക്ക് എന്ത് കൊടുക്കാം? അത് അവരുടെ നീതിയാണ്. എന്നാൽ കർത്താവ് പഠിപ്പിക്കുകയാണ്, വിവാഹ നിശ്ചയത്തിന് കഴിഞ്ഞതിന് ശേഷം വിവാഹത്തിന് ഇടയിലുള്ള സമയത്ത് അവിശ്വസ്ത കാണിച്ചാൽ എന്ത് ചെയ്യാം? അതിന് ശേഷം എന്ത് പാടില്ല? ഇനി നിങ്ങൾ എങ്ങനെ ശ്രദ്ധിക്കണേ, ഈ യഹൂദന്റെ കണക്കനുസരിച്ച് ഇതിന്റെ ഇടയിൽ പരസംഗം ചെയ്ത അവിശ്വസ്ത കാണിച്ചാൽ അവളെ പബ്ലിക്കായിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവളെ വിസ്തരിച്ച് അവളെ ആരാണ് തെറ്റുകാരിയാണെന്ന് എന്ത് ചെയ്യുന്നത്? അവിടെയാണ് നമ്മൾ കാണുന്നത് 1-ാം അധ്യായത്തിൽ
യോസേഫ് നീതിമാനാകൊണ്ട് അവളെ ഗൂഢമായി എന്ത് ചെയ്തു? പശ്ചാത്തലം മനസ്സിലാക്കാൻ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് പലപ്പോഴും നമ്മൾ ഇതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കാത്ത യഥാർത്ഥ അർത്ഥം. അവൾ യോസേഫ് ആരായിരുന്നു? അപ്പൊ അവൾക്കൊരു അപമാനം ഉണ്ടാക്കാതിരിക്കാൻ അവളെ എന്ത് ചെയ്തു? ഗൂഢമായി. അവിടെ കർത്താവ് പറയുക, ദൂതം പറയുക, നിന്റെ ഭാര്യയെ മറിയെ ചേർത്ത് കൊള്ളാൻ നീ എന്ത് ചെയ്യണ്ട. അപ്പോൾ അവരുടെ ചിട്ട അനുസരിച്ച് പബ്ലിക്കിൽ എന്ത് ചെയ്യണം? ആ സ്ത്രീ അപമാനിച്ച് അവളെ തെറ്റുകാരിയാൻ കണ്ട് അവൾക്ക് ശിക്ഷ എന്ത് ചെയ്യണം? എന്നാൽ യോസേഫ് ആരായിരുന്നു? അപ്പോൾ ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ഈ വാക്യത്തെ അനുസരിച്ചാൽ പരസംഗം ഹേതുവായിട്ടല്ലാതെ ആരും ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. ആരും ഉപേക്ഷിക്കാൻ കഴിയില്ല. വളരെ വ്യക്തമാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണേ, ഞാൻ മറ്റൊരു ഭാഗം പൗലോസിന്റെ ഒരു പദം നിങ്ങൾക്ക് വളരെ അറിയാവുന്ന ഒരു പദമായി, എങ്കിലും അത് പറഞ്ഞുതരാം. കൊരിന്ത്യ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു വാക്യമുണ്ട്. രണ്ട് കൊരിന്ത്യ ലേഖനത്തിൽ 11-ാം അധ്യായം, അവിടെ പൗലോസ് 2-ാം വാക്യത്തിൽ പറയുക, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. അടുത്ത വാക്യം എന്നേക്ക്, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. കേട്ടോ, ആ പറ്റാതെ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ വിവാഹ നിശ്ചയം ഓൾറെഡി എന്ത് ചെയ്തു? ആരെ കുറിച്ച് പറയുക? നമ്മുടെ വിവാഹ നിശ്ചയം ഓൾറെഡി എന്ത് ചെയ്തു? ആരുമായിട്ടുള്ളത്? ക്രിസ്തുവായിട്ട്. എന്നിട്ട് പൗലോസ് പറയുകയാണ്, ഇനി എനിക്കൊരു ഉത്തരവാദിത്തമുണ്ട്, എന്റെ പിതാവായി എനിക്കൊരു ഉത്തരവാദിത്തമുണ്ട്. എന്നാന്നറിയാമോ? എന്റെ മകളെ അല്ലെങ്കിൽ എന്റെ ആ പൈതലിനെ നിർമ്മല കന്യകയായിട്ട് ആരുടെ കയ്യിൽ കൊടുക്കണം? മനസ്സിലാവും? അതൊക്കെ പറയും ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് എന്റെ ആശയാണ്, എന്റെ ഉത്തരവാദിത്വമാണ് നിങ്ങളെ ആരുടെ കയ്യിൽ ഏൽപ്പിക്കുക എന്നുള്ളത്. അതുവരെയും ഒരു പിതാവിന്റെ ഉത്തരവാദിത്വമാണ് ആരെ കാക്കുക എന്നുള്ളത്. ആ മണവാട്ടി എന്ത് ചെയ്യുക? കാക്കുക. അതുകൊണ്ടാണ് പൗലോസ് അടുത്തതായി പറയുന്നത്, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ആണോ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത. നിങ്ങൾ അവിടെ നോക്കിയേ, നമുക്ക് അവിടെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ അവരുടെ മനസ്സാറില്ല. ആ സ്ത്രീയും പുരുഷനും പിന്നെ എപ്പോഴും ചിന്തയല്ല. നമ്മുടെ കാലത്ത് നിന്നൊക്കെ ഫോണുകളായി, പിന്നെ 24 മണിക്കൂറും ഫോണില്ല സംസാരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന എല്ലാം ആരുടെ ഇഷ്ടമാണ്? ആ വിവാഹ നിശ്ചയം ചെയ്തവരുടെ അതിനെതിരെ നമ്മൾ എന്ത് ചെയ്യത്തില്ല, പ്രവർത്തിക്കുന്നില്ല. കാരണം നമ്മുടെ മനസ്സിന് മൊത്തം എന്താ? അതാ പൗലോസ് പറയുന്നത്, നിങ്ങളെ ആരുമായിട്ട് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക. അപ്പൊ എന്റെ ഉത്തരവാദിത്തം എന്താണെന്നറിയാമോ? നിങ്ങളുടെ മനസ്സ് അവങ്കിൽ നിന്ന് എന്ത് ചെയ്യരുത്? ദൈവമക്കളെ ശ്രദ്ധിച്ചു വരികയും, വിവാഹ നിശ്ചയം ചെയ്ത ഒരു സ്ത്രീയും പുരുഷനും ആ സ്ത്രീയുടെ മനസ്സിനകത്ത് മറ്റൊരുത്തൻ കയറിയാൽ മനസ്സിലാവുന്നുണ്ടോ? ആ പുരുഷന്റെ അകത്ത് മറ്റൊരു സ്ത്രീ കയറിയാൽ സംഭവിക്കുന്നില്ല. ഇതെന്നെ പൗലോസ് പറയും, ഞാൻ എരിവോട് എരിയുക. കാരണം നിങ്ങൾ ഒരാളോട്ട് എന്ത് ചെയ്തിരിക്കുക? അപ്പോൾ നമ്മുടെ അകത്ത് ആരാണ് ഉണ്ടാകേണ്ടത്? അപ്പൊ മണവാട്ടിന് ഉത്തരവാദിത്തം, മണവാളിന് ഇഷ്ടം പോലെ എന്ത് ചെയ്യണം? മണവാട്ടിന് ഉത്തരവാദിത്തം. മണവാളിന് ഇഷ്ടമില്ലാത്ത എന്ത് ചെയ്യരുത്? ആ വാക്കുകൾ നോക്കണേ. എന്നിട്ട് അവിടെ പറയുക, ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ വാക്ക് ആ കല്യാണമായിട്ടൊന്ന് കണക്ട് ചെയ്തതൊക്കെ മനസ്സിലാക്കണം. നിങ്ങളുടെ മനസ്സ് ആദ്യം എന്താ സംഭവിക്കുന്നത്? മനസ്സെന്ത് ചെയ്യുക? എന്നെ ശ്രദ്ധിക്കണം. ആ മനസ്സ് മാറിയിട്ട് പിന്നെ കുടുംബജീവിതം ചെയ്താലും എന്ത് ചെയ്തില്ല. അവിടെ പറയും മനസ്സെന്ത് ചെയ്യരുത്. എന്നിട്ട് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും. നോക്കിയേ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ആരായി മാറി?
ഭാര്യയും ഭർത്താവുമായി ആരുടെ ഇതിനനുസരിച്ച്. അപ്പോൾ അതിന്റെ ഇടയിൽ വേറൊരാൾ മനസ്സിൽ കയറിയാൽ അതിനകത്ത് നിർമ്മലത എന്ത് ചെയ്യുക? ദൈവമക്കൾ ഇത് മനസ്സിലാക്കണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു എന്ന് പറയുന്നത് മാത്രമല്ല, നമ്മൾ ഒരാളോട് എന്ത് ചെയ്തിരിക്കുക? ക്രിസ്തുവിന് ഹിതമല്ലാത്ത, ദൈവവചനത്തിന് ഹിതമല്ലാത്ത ചെയ്യുമ്പോൾ ഓർത്തുകൊണ്ട് ആ ബന്ധം അവിടെ തീരുകയാണ്. അതുകൊണ്ട് ആത്മീയലോകം ഇതൊന്നും മനസ്സിലാക്കാതെ പലപ്പോഴും ഇത് പോകുന്നത്. അതിന് താൻ ഉപയോഗിച്ച് പറഞ്ഞുണ്ടോ? സർപ്പം ഹൗവായെ എന്താ ഉപായം എന്തായിരുന്നു? ഉപായം എന്തായിരുന്നു? കർത്താവ് പറഞ്ഞു, തിന്നുന്ന നാളിൽ നീ എന്ത് ചെയ്യും? വിഷയം പറയുക, നീ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, മറിച്ച് നീ ആരെ കൊണ്ടാവും കണ്ടോ? ഇവിടെ സംഭവിച്ചല്ല ഉപായം. പൗലോസ് അത് പറയുന്ന പശ്ചാത്തലം വേറെയാ. ദുരുപദേശക്കാർ നിങ്ങൾ ഇടയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഇവരുപയോഗിക്കുന്ന പ്രയോഗം ഇതാ. യഥാർത്ഥ സുവിശേഷകന്റെ പ്രത്യേകത, ദൈവവചനം പ്രസംഗിക്കുന്നതിന്റെ പ്രത്യേകത, അവൻ എപ്പോഴും തന്റെ ആ പ്രിയപ്പെട്ടവരെ ആരിലേക്ക് അഴിപ്പിക്കും? ദൈവത്തിലേക്ക് എന്ത് ചെയ്യും? എന്നാൽ മറ്റവന്റെ പ്രത്യേകത ഇന്ന് അങ്ങോട്ട് മാറ്റി നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം എന്ത് ചെയ്യാം. ഇതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയുന്നത്, നമുക്കിഷ്ടം ഇപ്പൊ സൗഖ്യം നാളെ വിടുക. നമ്മുടെ പ്രോബ്ലത്തിന് അകത്തുകൊണ്ട് ദൈവത്തിന്റെ കരം വെക്കാം. ദൈവത്തിന്റെ കരമൊക്കെ വെക്കും, സത്യമാണ്. ഇത് കേൾക്കാൻ നമുക്ക് എന്നാ പറയുക, നീ ക്രിസ്തുവായിട്ട് നിന്നെ വിവാഹം ചെയ്തിരിക്കുക, ക്രിസ്തുവിന് ഇഷ്ടമില്ലാതെ ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ ഉപായം എന്ത് ചെയ്യുന്നത്? ആ പശ്ചാത്തലത്തിലെ പൗലോസ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഞാൻ അത് വിവരിച്ച ഒറ്റ കാരണം ആ പശ്ചാത്തലം ഒന്ന് എന്ത് ചെയ്യാൻ വേണ്ടിയത്. അപ്പോൾ ആ പശ്ചാത്തലത്തിലെ കഥ ഇവിടെ പറയുന്നത്, ഞാനോ നിങ്ങളോട് പറയുന്ന പരസംഗം. അപ്പൊ ഈ പശ്ചാത്തലത്തിലാണെങ്കിൽ നിങ്ങൾ ഉപേക്ഷണം കൊടുക്കാൻ അവകാശമുണ്ടോ? ഉണ്ടോ? ഇല്ലയോ? ഇല്ല. അത് അവരുടെ നീതിയാണ്. വിവാഹത്തിന് ശേഷം ദൂഷ്യമായത് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? കഥ പറയുകയാണ്, ഞാനോ നിങ്ങളോട് പറയുന്നു പരസംഗം. വിവാഹ നിശ്ചയത്തിന് മുമ്പ് നടന്നാൽ, വിവാഹത്തിന് മുമ്പ് നടന്നാൽ, പക്ഷെ വിവാഹത്തിന് ശേഷം നടന്നാൽ ഉപേക്ഷണപത്രം കൊടുക്കാൻ എന്തില്ല? ദൈവവചനത്തിന്റെ അടിസ്ഥാന വ്യവസ്ഥയില്ല. അപ്പോൾ തറപ്പിച്ച് ഞാൻ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാം, ഡിവോഴ്സ് ദൈവം അംഗീകരിക്കുന്നില്ല. നിങ്ങൾക്ക് പല ചോദ്യങ്ങളാണ്, ചതിക്കപ്പെട്ടതുണ്ട്, നമുക്ക് ഇഷ്ടം പോലെ ചോദ്യങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് മെന്റൽ പ്രശ്നം വന്ന് ചതിക്കപ്പെട്ട ആൾക്കാർ ഇഷ്ടം പോലൊക്കെ, അങ്ങനെയൊക്കെ നമുക്കറിയാം. അസുഖങ്ങൾ വന്ന് ചതിക്കപ്പെട്ടവരുണ്ട്, അതൊക്കെ നമുക്കറിയാം. അതിനെ നമ്മൾ അങ്ങനെ ഡീൽ ചെയ്യുന്നതാണ്. ഞാൻ അത് പിന്നീട് സംസാരിക്കാം. പക്ഷെ ഞാൻ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, ഉപേക്ഷണ പത്രം കൊടുക്കാൻ എന്തില്ല? ഡിവോഴ്സ് ചെയ്യാൻ വ്യവസ്ഥ. പക്ഷെ അതിനെ നമ്മൾ അംഗീകരിക്കുന്ന ഏത് വാക്യം കൊണ്ടാണ്? ഈ വാക്യം വെച്ചാ. ഇനി നിങ്ങൾ നോക്കണേ, ഈ വാക്യത്തിൽ അല്ലാതെ ഏതെങ്കിലും വാക്യത്തിൽ ദൈവം ഇതിനെ അംഗീകരിക്കുന്നുണ്ടെന്ന് നോക്കണം. ഞാൻ രണ്ടു വാക്യം പറയാം. ദൈവം ഡിവോഴ്സിനെ അംഗീകരിക്കുന്നുണ്ട്, ബൈബിൾ ഉടനീളം നോക്കാം, അതിനുശേഷം മുന്നോട്ട് പോകാം. ഒന്ന് രണ്ട് വാക്യങ്ങളൊന്ന് വായിക്കണേ. മലാക്കിയുടെ പ്രവചനം 2-ാം അധ്യായം 16-ാമത്തെ വാക്യം. ഒരാളൊന്ന് വായിച്ചേ. മലാക്കിയുടെ പ്രവചനം 2-ാം അധ്യായം 16-ാം വാക്യം. വേഗത്തിൽ. ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളിച്ചെയ്യുന്നു. അത് ചെയ്യുന്നവൻ തന്റെ വസ്ത്രം താമസം കൊണ്ട് മൂടുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ആകയാൽ നിങ്ങൾ അവിശ്വസ്തത കാണിക്കാതിരിക്കേണ്ടതിന് നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചോളൂ. ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു. ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു. അടുത്തത്, എന്ന് ഇസ്രായേലിന്റെ ദൈവം എന്ത് ചെയ്യുന്നു? ഇനി നിങ്ങൾക്ക് അത് ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു എന്ന് ഇസ്രായേലിന്റെ ദൈവം ആയ യഹോവ അരുളി ചെയ്യുന്നു പറയുമ്പോൾ ഉപേക്ഷണപത്രത്തെ കുറിച്ച് തന്നെ ആണോ എന്നുള്ളത് മുൻപോട്ട് 15-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചാൽ നമുക്ക് താഴെയുള്ള വാക്യങ്ങളിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. ഞാൻ വായിക്കാം. ദൈവം വാഗ്ദത്തം ചെയ്ത സന്തതിയെ അവൻ എന്ത് ചെയ്തു? നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചു, നിന്റെ യൗവനത്തിലെ ഭാര്യയോട്
ആരും അവിശ്വസ്തത കാണിക്കരുത്. വേറൊരു കാര്യം പറഞ്ഞു എന്ന് പറയാം. എന്നിട്ട് കർത്താവ് അടുത്ത വാക്യം പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യുന്നു? ഉപേക്ഷണം എത്ര എന്ത് ചെയ്യുന്നു? അപ്പൊ കർത്താവ് എന്തിനെ വെറുക്കുക? ഡിവോഴ്സിനെ കർത്താവ് അംഗീകരിച്ചോ? കർത്താവ് ഒന്നാമത്തത്. ഇനി രണ്ടാമത് നോക്കണം. മത്തായിയുടെ സുവിശേഷത്തിൽ കടന്നു വന്നേ. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ ആ എല്ലാ വാക്യങ്ങളും ഇപ്പോൾ വായിക്കാനായിട്ട് സമയമില്ല. കാരണം നമ്മൾ പിന്നീട് വായിക്കുക. ഇത് മുഴുവൻ അതേക്കുറിച്ച് പറഞ്ഞിരുന്നത്. 2 വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. 4-ാം വാക്യം നോക്കി. 4-ാം വാക്യം, അതിന് അവൻ സൃഷ്ടിച്ചവയിൽ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെ അമ്മയും വിട്ട് ഭാര്യയോട്. അടുത്ത വാക്യം വായിച്ചേ. ഇരുവരും ഒരു ദേഹമായി തീരും ചെയ്തു. ഇനി നിങ്ങൾ വായിച്ചിട്ടില്ലേ? വായിച്ചിട്ടുണ്ട്. 6-ാം വാക്യം. അതുകൊണ്ട് മേല രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ. 6-ാം വാക്യം ഒന്നും നോക്കിയേ. അതുകൊണ്ട് അവർ മേലാൽ. അടുത്ത വാക്യം എങ്ങനെയാ? ഒരു ദേഹമത്രേ. അടുത്തത്, ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ എന്ത് ചെയ്യരുത്? വേർതിരിക്കരുത്. ഇനി നോക്കണമേ. 4-ാം വാക്യത്തിൽ കർത്താവ് പറയാം, ആദിയിൽ അവൻ അവരെ ആണും. അവൻ കർത്താവ് ആദ്യം സൃഷ്ടിച്ച അവരെ എങ്ങനെയായിട്ടാ? ആണും പെണ്ണുമായിട്ട്. ഇനി അതിന് 8-ാം വാക്യം നോക്കിയേ. 8-ാം വാക്യത്തിൽ പറയാം, നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തമത്രേ ഭാര്യയെ ഉപേക്ഷിപ്പാൻ മോശയെ. അടുത്ത വാക്യം അണ്ടർലൈൻ ചെയ്യണം. അവിടെ ഇങ്ങനെ പറയുന്നത്, ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. അപ്പൊ നിങ്ങൾ നോക്കിയേ, 4-8 ഈ 2 വാക്യത്തിൽ നോക്കിയാൽ ഇങ്ങനെ കാണുന്നു, ആദിയിൽ ദൈവം അവരെ എന്ത് ചെയ്തു? ആണും പെണ്ണുമായി. എന്നിട്ട് പറയുകയാണ് മോശ, അവിടെ കർത്താവ് പറയുകയാണ്, മോശ എന്തുകൊണ്ടാണ് ഉപേക്ഷണപത്രം തരാനായിട്ട് സമ്മതിച്ചെന്നറിയാമോ? നിങ്ങളുടെ ഹൃദയ കാര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അത് ഇഷ്ടമല്ലായിരുന്നു. അവൻ ആദിയിൽ സൃഷ്ടിച്ചപ്പോൾ ആണും പെണ്ണുമായിട്ട് എന്ത് ചെയ്തത്? സൃഷ്ടിച്ച. പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിന്റെ കാഠിന്യം കൊണ്ടാണ് എന്ത് കൊടുക്കാൻ സമ്മതിച്ചത്. അപ്പൊ 19-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ദൈവത്തിന്റെ ഡിസൈനിനകത്ത് എന്തില്ല? ഉപേക്ഷണപത്രം. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ 2 വാക്യങ്ങൾ തെളിയിച്ചു എന്തില്ല. ഇനി അടുത്ത വാക്യം നോക്കി. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 2 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. അത് അത്രയും വാക്യങ്ങളോട് ഒരുമിച്ച് വായിക്കാൻ സമയം എടുക്കുന്നില്ല. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 2 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ആ വാക്യങ്ങളും നമ്മൾ വളരെ വ്യക്തമായി വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത്, ഉപേക്ഷണപത്രത്തെ ദൈവം എന്ത് ചെയ്യുന്നു? വെറുക്കുന്നു. ഉപേക്ഷണപത്രത്തെ ദൈവം. അടുത്തത് ഒരു വാക്യം പറയാം. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. ആ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നത്, ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ എല്ലാം എന്തോ ദൈവമക്കളൊന്ന് ചേർന്ന് പറഞ്ഞ എന്നാ അവനെ അത് ഭർത്താവ് ഉപേക്ഷിച്ചവളെ വിവാഹം ചെയ്യുന്നവനും വാക്യം ദൈവമക്കൾ അണ്ടർലൈൻ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹം കഴിക്കുന്നതെല്ലാം. അടുത്തത് ഭർത്താവ് ഉപേക്ഷിച്ച് വിവാഹം കഴിക്കുന്നവനും. ഇത്ര തെളിവ് മതിയെന്ന് വിശ്വസിക്കുന്നു. ഈ വാക്യത്തിലൂടെ എല്ലാം മനസ്സിലാകുന്ന എന്താ? ഞാൻ അതിനെ 2 കാര്യം പറയാം. ഒന്ന്, കർത്താവ് ആദ്യം മനുഷ്യനെ ഡിസൈൻ ചെയ്തപ്പോൾ അതിനകത്ത് എന്തില്ലായിരുന്നു? ഉപേക്ഷണപത്രം. പിന്നെ എന്തുകൊണ്ടാ മോശയുടെ സമയത്ത് നൽകിയത്? മനുഷ്യന്റെ. അപ്പോൾ യേശു ക്രിസ്തു പുതിയ പഠിപ്പിൽ ഗിരിപ്രഭാഷണത്തിൽ പറയുകയാണ്, ഇങ്ങനൊരു പ്രമാണം ഉണ്ടെന്ന്
നിങ്ങൾക്ക് അറിയാമല്ലോ അതെന്തുകൊണ്ടാണ് നൽകിയത്. എന്റെ ഇഷ്ടമല്ലായിരുന്നു, എന്റെ ഹിതമല്ലായിരുന്നു, മറിച്ച് ആയിരുന്നുകൊണ്ടാ നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ട് അതെന്ത് ചെയ്തു. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗം ഹേതുവായിട്ടല്ലാതെ എന്ത് ചെയ്യരുത്. അപ്പൊ യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം അന്നത്തേനും പാല് ഉപേക്ഷിക്കാമെന്നോ? പറ്റുമോ? ഡിവോഴ്സ് ദൈവം അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. ലൂക്കോസിന്റെ സുവിശേഷം അണ്ടർലൈൻ ചെയ്ത് വായിച്ചാൽ ഇങ്ങനെ പറയാം, ഉപേക്ഷിച്ച് മറ്റൊരുത്തിനെ വിവാഹം കഴിച്ചാൽ വ്യഭിചാരം എന്ത് ചെയ്യാം. ഞാൻ അതിനെ ഇങ്ങനെ പറയാം, ഇത് ലൈവായിട്ടൊക്കെ പോകുന്ന എനിക്ക് നന്നായി ബോധ്യമുണ്ട്. പക്ഷെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു കാര്യം പറയാം, ഈ ലോകത്തിലെ കോടതി നിങ്ങൾക്ക് ഡിവോഴ്സ് തരും, പക്ഷെ ദൈവ കോടതി ഡിവോഴ്സ് തരത്തില്ല. ലീഗലി നിങ്ങൾ ഇവിടെ ഡിവോഴ്സ് ആയിരിക്കും, നിങ്ങൾ മറ്റൊരു വിവാഹം കഴിച്ച് നല്ലൊരു ജീവിതം ജീവിക്കുമായിരിക്കും, പക്ഷെ കർത്താവിന്റെ വചനം അനുസരിച്ച് നിങ്ങൾ വ്യഭിചാരം ചെയ്യുകയാണ്. ഇത് ദൈവമക്കളുടെ ഇടയിൽ കൂടി വരികയാണ്. ഇതിന് നമ്മളെടുക്കുന്ന ക്ലോസ് മത്തായിയുടെ സുവിശേഷമാണ്. പക്ഷെ മത്തായിയുടെ സുവിശേഷം അതിന് ദൈവം അനുവാദം നൽകുകയല്ല ചെയ്യുന്നത്. കർത്താവ് അത് ചെയ്യാൻ പാടില്ല എന്നെന്ത് ചെയ്യുക. ഞാൻ പലപ്പോഴും എന്റെ ഹൃദയത്തിനകത്ത് പോകുന്നൊരു ചിന്തയുണ്ട്. ആദ്യ വിവാഹം നടക്കുമ്പോൾ നമ്മൾ പറയുന്നൊരു വാചകമുണ്ട്, ദൈവം യോജിപ്പിച്ചതിനെ പ്രാവശ്യമായി എന്താ ഇവിടെ കൈ കാണിച്ചു 3 പ്രാവശ്യം ചെയ്യും. ദൈവം യോജിപ്പിച്ചതിനെ ദൈവജനം ഒരുമിച്ച് ദൈവദാസൻ ആമേൻ ആമേൻ ആമേൻ. എന്താ അങ്ങനെ തന്നെ. ഒന്നാമത്തെ കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് കഴിഞ്ഞ് രണ്ടാമത്തെ കല്യാണം നടത്തുന്ന നമ്മൾ ഇത് തന്നെ പറഞ്ഞു, ദൈവം യോജിപ്പിച്ചതിനെ ബൈബിൾ നോക്കില്ല. എന്റെ ഹൃദയത്തിനകത്ത് ചോദ്യം, അപ്പൊ ദൈവം ഇതിനകത്ത് ഏതാ അംഗീകരിച്ചത്? ഒന്നാമത്തെ രണ്ടാമത്തെ എനിക്കറിയില്ല. ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാം, ദൈവം അംഗീകരിച്ചത് ഒന്നാമത്തെ. കർത്താവ് പറയുക, നിങ്ങൾ അവരുടെ നീതിയെ കവിയണം. അവരുടെ നീതി എന്ത് ചെയ്യണം? ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതൊക്കെ നമുക്ക് അറിയാം, അറിഞ്ഞിട്ട് നമ്മൾ അറിയാത്ത പോലെ കണ്ണടയ്ക്കുവാണോ, അതോ എല്ലാത്തിനെയും ഉരുട്ടിപ്പുരട്ടി കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ഇതിനെയൊക്കെ മറക്കുകയാണ്? ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുന്ന ദൈവമക്കൾ എല്ലാവരും ചിന്തിക്കേണ്ടത് ഉരുട്ടിപ്പുരട്ടി പോകാനല്ല, ദൈവത്തിന്റെ അടിസ്ഥാനം നിൽക്കാൻ വേണ്ടിയാണ് കർത്താവ് നമ്മെ എന്ത് ചെയ്തു. ഇനി നിങ്ങൾ ആ കുരുത്തിലേഖനം കണക്ട് ചെയ്ത് ഇതാ കർത്താവ്. ഒരു മിനിറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതാണ് കർത്താവിന്റെ ആഗ്രഹം. ഏത് ഇത് ഉണ്ടാകരുത്. ഇത് വചനത്തിന്റെ അടിസ്ഥാനമാണ്. എനിക്ക് നോക്കിയാൽ ഇത് വചനത്തിന്റെ അടിസ്ഥാനമാണ്. നമ്മളെ ആരുമായിട്ട് ക്രിസ്തു എന്ന ഏകപുരുഷന് നമ്മളെ എന്ത് ചെയ്യുക, വിവാഹിച്ച് എന്ത് ചെയ്തിരിക്കുക. നമ്മൾ ഈ വചനത്തിൽ മാറിയ നമ്മൾ ആരുടെ ഇഷ്ടമാണ് നിൽക്കുന്നത്? കർത്താവിന്റെ ഇഷ്ടത്തിനാണോ? അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? നടക്കും. നമ്മൾ ഇതിനെയൊക്കെ പലപ്പോഴും പറയുന്നത്, ദൈവം അങ്ങനൊന്നും വലിയ ഭൂമിക്കുന്ന ദൈവമൊന്നും, ദൈവം ദീർഘക്ഷമയും മഹാദയും കരുണയും ഒക്കെ ഉള്ള ദൈവം, അങ്ങനൊന്നും ദൈവം എല്ലാത്തിനും കയറി ചെയ്തില്ല. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം, ഞാൻ മനസ്സിലാക്കിയെടുത്തത്, തിരുത്തുന്നവർക്ക് എന്നെ തിരുത്താൻ ഞാനത് വചനാടിസ്ഥാനത്തിലാണ് അംഗീകരിക്കുക. ഞാൻ മനസ്സിലാക്കുന്നത്, ദൈവം വ്യവസ്ഥ വിട്ടൊന്നും ചെയ്യുന്ന ദൈവമല്ല എന്ന് വിശ്വസിക്കുക. വ്യവസ്ഥയ്ക്ക് ദൈവം എന്ത് ചെയ്തില്ല, മാറ്റം എന്ത് ചെയ്തില്ല. ദൈവം വ്യവസ്ഥയ്ക്കകത്ത് നിന്നേ എന്ത് ചെയ്തുള്ളൂ, ദൈവവ്യവസ്ഥയ്ക്കകത്ത് നിന്നേ എന്ത് ചെയ്തുള്ളൂ. അപ്പോൾ നമുക്കൊരു ചോദ്യം, അഥവാ ഭാര്യ മരിച്ചു പോയാലെന്താ? അതിനാ പ്രശ്നമായിട്ട് കാണുന്നില്ല. എന്നാൽ ജീവനോടിരിക്കുമ്പോൾ ഡിവോഴ്സ് ചെയ്താൽ ഇന്നത്തെ കാലത്ത് കൂടിക്കൂടി വരിക. ഇതിനെല്ലാം നമ്മൾ അംഗീകരിക്കുക.
അതിനകത്ത് പല പ്രശ്നങ്ങളുണ്ട്. നമുക്ക് സംസാരിക്കാൻ പലപ്പോഴും നീതിയായി നമുക്ക് സംസാരിക്കപ്പെടുന്ന പല പ്രശ്നങ്ങളുണ്ട്. പീഡനങ്ങൾ, പ്രതിസന്ധികൾ, മർദ്ദനങ്ങൾ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്, സംസാരിക്കാനൊക്കെ ഉണ്ട്. ഇതൊക്കെ സത്യമാണ്, യാഥാർത്ഥ്യമാണ്. അതൊക്കെ മറ്റൊരു സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ അതിനെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ട മറ്റൊരു രീതി നിൽക്കുമ്പോൾ തന്നെ ദൈവവചനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താ? ഉപേക്ഷണ. ഇത് പറയുമ്പോൾ നല്ലൊരു കൂട്ടർ നമുക്ക് എതിരാകാം. പിന്നെ നമ്മളെ പോലെ കൊണ്ടുവരാത്തത് വേറെ ആരും ഇല്ല. പക്ഷെ ദൈവവചനത്തിന്റെ അടിസ്ഥാനം ഇതാണ്. അവിടെ കണ്ടാ പറയുന്നത്, നിങ്ങൾ അവരുടെ നീതി എന്ത് ചെയ്യണം? അവര് ദൂഷ്യം കണ്ട ഉടനെ എന്ത് ചെയ്യുമായിരുന്നു? അവരെന്ത് ഉപേക്ഷണത്തെ കൊടുത്ത് അപ്പൊ കർത്താവ് പറയാം, ആ നീതിയെ കവിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ കിടക്കുന്നില്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ നീതി എന്ത് ചെയ്യണം? അവർ ഉപേക്ഷണോദരം കൊടുത്ത് എന്ത് ഉപേക്ഷിക്കുക. നിങ്ങൾ അതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് ആ നീതിയെ കവിയാൻ പറ്റുന്നുണ്ടോ? സ്വർഗ്ഗത്തിൽ പോകും. ഒന്നും വാർത്തില്ലെങ്കിൽ ആ വാക്യം വന്നാൽ മതി. പരീക്ഷന്മാരുടെ ശാസ്ത്രന്മാരുടെ നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ കിടക്കുകയില്ല, സ്വന്തരായില്ല. അതുകൊണ്ട് ആ വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുകയാണ്. 32 വാക്യം, ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വിചാരം 2 കെട്ടിയവരും 3 കെട്ടിയവരൊക്കെയാണ് ദൈവസഭ എന്ന് ഉദ്ദേശിക്കുന്നത്. ആത്മീയ ലോകത്തെ ഞാൻ ഉദ്ദേശിക്കുന്നത്. വർഷിപ്പ് ലീഡേഴ്സും ശുശ്രൂഷകൾ കഴിയുന്നത് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളൊക്കെ ഉണ്ടാകാം. ഇനി ഞാൻ അവിടെ ഒരു കാര്യം പറയാം. ഈ കുടുംബം എന്ന് പറയുന്നത് അത് സ്ഥാപിച്ചത് പോലും വരാം. അപ്പൊ കുടുംബം ധന്യമാകാൻ ആരുടെ കൃപയും വേണം. അവിടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, തർക്കങ്ങളും വഴക്കുകളും ഇല്ലാത്ത കുടുംബങ്ങൾ നമ്മൾ വരുന്നത് എപ്പോഴാണ്? 2 ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്. പക്ഷെ അതിന്റെ എല്ലാം മേളിൽ ഒരു ദൈവത്തിന്റെ കൃപയാണ്. അപ്പൊ കുടുംബജീവിതങ്ങളെ നിലനിർത്തുന്നത് മനുഷ്യന്റെ കഴിവല്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നു? കുടുംബജീവിതത്തിൽ നിർത്തുന്നത് ആരുടെ കഴിവല്ല. നിങ്ങൾ ഹസ്ബൻഡിന്റെ റോള് നന്നായി ചെയ്യുന്നത് കൊണ്ടല്ല, നിങ്ങൾ ഭാര്യയുടെ റോള് നന്നായി ചെയ്യുന്നത് കൊണ്ടല്ല, നിങ്ങളുടെ കഴിവല്ല, നിങ്ങളുടെ മിടുക്കല്ല, നിങ്ങളുടെ ധനമല്ല, നിങ്ങളുടെ വിദ്യാഭ്യാസമല്ല. മറിച്ച് നന്നായി പോകണമെങ്കിൽ ആരുടെ കൃപ വേണം? ദൈവത്തിന്റെ എന്ത് ചെയ്യണം? അത് ഒന്നാമത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക എന്നുള്ളതാണ്, നിലനിൽക്കുക എന്നുള്ളതാണ്. ഞാന് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, എങ്കിലും നമ്മുടെ വിഷയമല്ല. എങ്കിലും ഒറ്റ വാചകം പറയാം. ഭാര്യമാരോട് പറയുന്നൊരു കാര്യം, ഭർത്താവിന് കീഴടങ്ങിയിരിക്കും, എന്ത് ചെയ്യണം? കീഴ്പ്പെട്ടിരിക്കണം. അത് യാതൊരു ഭർത്താവിനെക്കാട്ടിലും നന്നായി സാലറി മേടിക്കുന്ന ആളാണെങ്കിലും കഴിവുള്ളതാണെങ്കിലും വിദ്യാഭ്യാസമുള്ളതാണെങ്കിലും ദൈവത്തിന്റെ വചനം പറയുന്നത് നീ എന്ത് ചെയ്യണം? അത് മാറ്റമൊന്നുമില്ല. അതിനൊരു കീഴ്പ്പെടണം, കീഴ്പ്പെട്ടേ പറ്റി. ലോകം കണ്ട ഏറ്റവും വലിയ കല്യാണമായിരുന്നു. ഏറ്റവും വലിയ നിങ്ങൾക്ക് ഈ കല്യാണത്തെ കുറിച്ചൊക്കെ വായിച്ചറിഞ്ഞാൽ കാണും. നമ്മൾ ഇന്നത്തെ പോലെ നടക്കുന്ന പോലെ റിവേഴ്സൊന്നും ഇല്ലാതൊന്നുമല്ല കല്യാണം ചെയ്യുന്നത്. നമ്മളെന്തായാലും കയറിയെന്ന് ദേവാസന്മാരെ ചെയ്യും. അവരുടെ കല്യാണം ആ കല്യാണം പോലെ ദിവസങ്ങൾ റിവേഴ്സൽ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്? ഡയാന ബിഷപ്പിനോട് പറഞ്ഞൊരു വാചകമുണ്ട്, നമ്മളുടെ ബിഷപ്പൊക്കെ ആയിരിക്കും, പക്ഷെ കീഴ്പ്പെടുക എന്നൊരു പദം ബിഷപ്പിനെ ചെയ്യാൻ പറ്റും. ആ കല്യാണത്തിന് അവിടെ വാചകം എന്ത് ചെയ്യുന്നത്?
കീഴ്പ്പെടുക എന്ന വാചകം എന്ത് ചെയ്തില്ല, എന്ത് ചെയ്യപ്പെടുന്നില്ല. ഇന്നത്തെ ഈ ലോകത്തിൽ പോലും ഇത്രയും വലിയ ആർഭാടമായ കല്യാണം ലോകത്തിൽ നടന്നിട്ട് ആ കുടുംബജീവിതം എന്തൊന്നുമില്ല ഇല്ല. അപ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ടത് കുടുംബജീവിതത്തിൽ ഭാര്യ ആർക്ക് കീഴടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്കെല്ലാവർക്കും സന്തോഷമായി. പക്ഷെ മറ്റൊരു ഭാഗം വേറൊരു കാര്യമാണ് പറയുന്നത്, നിന്റെ ഭാര്യ നീ സ്നേഹിക്കാം. ഇനി എന്നെ ചേട്ടൻ എല്ലാവരും എങ്ങനെ സ്നേഹിക്കണമെന്ന് പറയുന്നത്, കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ നിന്റെ ഭാര്യ എന്ത് ചെയ്യണം. ഇനി ഇവ രണ്ടു കൂട്ടരുണ്ടല്ലോ, സഹോദരന്മാരും സഹോദരിമാരുണ്ട്. ഇതിലേതാ എളുപ്പം, കീഴടങ്ങാനാണോ സ്നേഹിക്കാനാണോ? അത് തോന്നല്ലോ. സഭയെ സ്നേഹിച്ചതുപോലെ എന്ത് ചെയ്യണം. എന്താ സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമല്ല. സഭ ആരാ? നമ്മളാ. കർത്താവ് നമ്മെ എങ്ങനെ സ്നേഹിച്ചു? നാം എങ്ങനെയാണ് ആ അവസ്ഥയിൽ ഇറങ്ങി വന്ന് നമ്മെ സ്നേഹിച്ചതാണ്. കീഴടങ്ങാൻ എളുപ്പമാണ്, പക്ഷെ ഇതാ ബുദ്ധിമുട്ട്. നാമിന്റെ അവസ്ഥയിൽ നമ്മളെ എങ്ങനെയാണോ അങ്ങനെ തന്നെ സ്നേഹിക്കാൻ എന്താ ബുദ്ധിമുട്ടാണ്. അപ്പൊ കീഴടങ്ങാൻ ആ എളുപ്പമാ, ഇതാ ബുദ്ധിമുട്ട്. ഫാമിലി കൗൺസിലിംഗ് ഒന്നുമല്ല, പക്ഷെ ഇതുകൊണ്ട് വേണ്ടപ്പെട്ടെന്ന് പറഞ്ഞതേ. ഞാൻ മറ്റൊരു ഭാഗം കൂടെ പറയാറുണ്ട്. സ്നേഹിക്കാത്ത ഭാര്യയിൽ നിന്ന് ബഹുമാനം എന്ത് ചെയ്യരുത്, അത് എന്ത് ചെയ്യരുത്, പ്രതീക്ഷിക്കരുത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം. ഇതെല്ലാം ഉണ്ടാകണം. സഭയെ കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണമെങ്കിൽ ആ ദൈവസ്നേഹം വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുടുംബജീവിതം എന്ന് പോകുന്നത് നമ്മുടെ ആരുടെയും മിടുക്കല്ല. കുടുംബത്തിൽ നിന്ന് പോകുന്നത് ആരുടെ കൂടെ? ദൈവത്തിന്റെ കൂടെ. ഇത് കേൾക്കുമ്പോൾ നമുക്ക് പല ചോദ്യങ്ങളുണ്ടാകും, പല യാഥാസ്ഥികമായ കാര്യങ്ങൾ നമുക്കുണ്ടാകാം. അതൊക്കെ ആ ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ അതിനെയൊക്കെ അഡ്രസ് ചെയ്യണം എന്നുള്ള ഒറ്റ ഉത്തരവാദിത്തം എനിക്കുണ്ടെന്നുള്ള നല്ല ബോധ്യത്തോടെ. പക്ഷെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, ഡിവോഴ്സിന്റെ ദൈവം ചെയ്യുന്നില്ല. നീ അങ്ങനെ ചെയ്തിട്ട് നീ മറ്റൊരു വാഹനം ചെയ്താൽ നിനക്ക് കോടതി, ഇവിടുത്തെ കോടതി ലീഗലി നിങ്ങൾക്ക് എന്ത് നൽകിയെങ്കിലും ദൈവിക കോടതി എന്ത് ചെയ്തിട്ടില്ല. നീ എന്ത് ചെയ്യുക, വ്യഭിചാരം എന്ത് ചെയ്യുക. അവരുടെ നീതിയെ കവിയുന്നില്ല എങ്കിൽ എവിടെ കിടക്കില്ല. ഈ പറഞ്ഞ മക്കൾ മാറി. അതുകൊണ്ട് ശിഥിലമായ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനെ രണ്ടാക്കാനല്ല ശ്രമിക്കേണ്ടത്, അതിനുവേണ്ടി എന്ത് ചെയ്യണം. ഞാൻ കാര്യങ്ങളെ പറയാം. ഏത് ഹൃദയത്തെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന ഒറ്റയൊരാൾക്ക് മാത്രമേ, അത് കർത്താവിന് മാത്രമേ. അങ്ങനെയെങ്കിൽ നമ്മൾ ദിവസം എന്ത് ചെയ്യണം. അപ്പൊ മൂന്നാമത്തെ കാര്യം കർത്താവ് പറയുക, എന്തിന് അവർക്ക് ഉപേക്ഷണ പത്രം ദൈവം എന്ത് ചെയ്യുന്നില്ല, ഡിവോഴ്സ് എന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായി ചെയ്യുന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കുക. ഈ പരസംഗവും വ്യഭിചാരവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ആ ഭാഗത്തെ എന്ത് ചെയ്യാം, നമുക്ക് വളരെ വ്യക്തമായ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് മൂന്നാമത്തെ ഭാഗം ഞാൻ വിളിക്കുക. നാലാമത്തെ ഭാഗത്തിലേക്ക് വേഗത്തിൽ ശ്രദ്ധയിട്ടിരിക്കുക. നാലാമത്തെ ഭാഗം 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. ആ ഭാഗങ്ങൾ ആരിൽ ഒരാൾ ശബ്ദമായി 33, 37. കള്ളസത്യം ചെയ്യരുതെന്നും സത്യം ചെയ്തത് കർത്താവിന് നിവർത്തിക്കണമെന്നും പൂർണ്ണന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ.
ഞാനോ നിങ്ങളോട് പറയുന്നത് അശേഷം സത്യം ചെയ്യരുത്. സ്വർഗത്തെ കൊണ്ടരുത്, അത് ദൈവത്തിന്റെ സിംഹാസനം. ഭൂമിയെ കൊണ്ടരുത്, അത് അവന്റെ പാദപീഠം. യെരൂശലേമിനെ കൊണ്ടരുത്, അത് മഹാരാജാവിന്റെ നഗരം. നിന്റെ തലയെ കൊണ്ടും സത്യം ചെയ്യരുത്. ഒരു രോമവും വെളുപ്പിപ്പാനോ കറുപ്പിപ്പാനോ നിനക്ക് കഴിയുകയില്ലല്ലോ. നിങ്ങളുടെ വാക്ക് ഉവ്വ ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. ഇതിലധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. നിങ്ങളുടെ വാക്കുകൾ ഊവ ഊവ എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. അടുത്ത പദം ഇതിലധികമായത് ഇതിൽ ഇതിൽ ഏതിൽ ഊവ ഊവ എന്ന് അല്ലെങ്കിൽ ഇല്ല ഇല്ല എന്നായിരിക്കട്ടെ. ഇതിൽ അധികമായി വരുന്നത് അരുന്ന് വരികയും നോക്കണം. നാലാമത്തെ കാര്യം കർത്താവ് അവിടെ പഠിപ്പിക്കുന്നത് കള്ളസത്യം എന്ത് ചെയ്യരുത്. ഇനി നിങ്ങൾ ആ ഭാഗം നോക്കിയാൽ പല പദങ്ങൾ കാണാം. സ്വർഗത്തെ കൊണ്ടരുത്, ഭൂമിയെ കൊണ്ടരുത്, യെരൂശലേമിനെ കൊണ്ട്, നിന്റെ തലയെ കൊണ്ട്, ഇതിനെ കൊണ്ടൊന്നും നീ എന്ത് ചെയ്യരുത്, സത്യം എന്ത് ചെയ്യരുത്. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറയാൻ കാരണം? അത് മനസ്സിലാക്കാൻ പറ്റാത്ത മനസ്സിലാക്കാം. ഈ യഹൂദന്മാരുടെ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. ആ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ അവർ ഒരു വാക്ക് പറയുമ്പോൾ ദൈവനാമത്തിൽ അവർ ഒരിക്കലും എന്ത് ചെയ്തില്ല, സത്യം എന്ത് ചെയ്തില്ല. ദൈവത്തിന്റെ നാമത്തിൽ അവര്, കാരണം എന്തെന്നറിയാം, ദൈവനാമത്തിൽ സത്യം ചെയ്താൽ പിന്നെ അതിൽ നിന്ന് ഒരിക്കലും മാറാൻ എന്ത് ചെയ്തില്ല. കാരണം ആരെങ്കിലും അതിനകത്ത് ഇതായി ദൈവം കൂടെ അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്തില്ല ദൈവനാമത്തിൽ അവര്. അപ്പൊ ദൈവത്തിന്റെ നാമത്തെ ഒഴിച്ച് അവര് സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന പല പദങ്ങൾ എവിടെ കാണുന്നത്? ഒന്ന്, സ്വർഗത്തെ കൊണ്ട് തീ. രണ്ട്, ഭൂമിയെ കൊണ്ട്. മൂന്ന്, യെരൂശലേമിനെ കൊണ്ട്. നാല്, തലയെ കൊണ്ട് അവർ എന്ത് ചെയ്യും, സത്യം. അപ്പൊ 4 കാര്യങ്ങൾ കൊണ്ടാണ്: സ്വർഗം, ഭൂമി, യെരൂശലേം, തല. ആരുടെ പേരെടുക്കത്തില്ല? കാരണം ദൈവത്തിന്റെ പേര് അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് മാറിയാൽ പിന്നെ അത് പറ്റത്തില്ല, മാറാൻ പറ്റത്തില്ല. അതുകൊണ്ട് എപ്പോഴവർ ഓർത്തെടുത്താലും അവർ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ദൈവത്തിന്റെ നാമം എന്ത് ചെയ്യത്തില്ല. അത്രയും വലിയ എഫക്റ്റ് വരത്തില്ല ഏത് പേരുകളൊക്കെ. സ്വർഗമുണ്ടോ, ഭൂമിയുണ്ടോ, യെരൂശലേമിന്റെ പേരോ എന്ത് ചെയ്യത്തില്ല, അത്രയും വരത്തില്ല. അത്രയും വലിയൊരു എഫക്റ്റ് ഒന്നും. പക്ഷെ കർത്താവിന്റെ പേരിട്ടാൽ പിന്നെ കർത്താവിടെ അല്ലാതെ എന്തായി? അവിടെ കർത്താവ് പറയുക ഇത് അവരുടെ നീതി. ആരുടെ നീതി? ദൈവനാമം എടുക്കത്തില്ല, പക്ഷെ ബാക്കിയൊക്കെ എടുത്ത് അവർ എന്ത് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞാൽ ഇവരുടെ വാക്ക് ആർക്കും വിശ്വാസയോഗ്യമല്ല മറ്റുള്ളവർക്ക്. അതുകൊണ്ട് അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യുക, ദൈവത്തിന്റെ നാമം ഒഴിച്ച് ബാക്കിയൊക്കെ എന്ത് ചെയ്യും. അവിടെ കർത്താവ് പറയുന്നത് നിങ്ങൾ പറയുമ്പോൾ ഇത് എന്ത് ചെയ്യരുത്, ഇത് എന്ത് ചെയ്യരുത്. അവരുടെ പരീക്ഷയുടെ നീതി, ശാസ്ത്രീയുടെ നീതി നിങ്ങൾ എന്ത് ചെയ്യണം. കർത്താവ് പറഞ്ഞു സ്വർഗത്തെ കൊണ്ടരുത്, കാരണം അതെന്താ, സിംഹാസനം. ഭൂമിയെ കൊണ്ടരുത്, പാദപീഠം. മൂന്നാമത്തത് യെരൂശലേമിനെ കൊണ്ട് പറയരുത്, അതെന്താ. 4, നിങ്ങളുടെ ശരീരം കൊണ്ടുപോലും എന്ത് ചെയ്യരുത്. കാരണം എന്തെന്നറിയാമോ, നിങ്ങളുടെ ഒരു രോമത്തെ വെളുപ്പാനോ കറുപ്പാനോ നിങ്ങൾക്ക് എന്തില്ല. അപ്പൊ അത്രയ്ക്കും ഫീബിളാണ് നമ്മളെല്ലാം. അങ്ങനെ ഒരാളായ നാം ഇതിനെ കൊണ്ട് ഒന്നിനെ കൊണ്ട് എന്ത് ചെയ്യരുത്. നമ്മൾ ഉദ്ദേശിക്കുന്ന കർത്താവ് പറയുന്നത് രോമത്തെ വെളുപ്പാനോ കറുപ്പാനോ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ വെള്ളയായതിനെ കറുപ്പിപ്പാൻ മനസ്സിലായിരുന്നു. ഇന്നത്തെ ഡൈ തേക്കുന്ന കാര്യം അല്ല പറഞ്ഞു വരുന്നത്, അത് നമ്മൾ ചെയ്യാറുണ്ട്. അതിന്റെ കാര്യം അല്ല ഇവിടെ പറഞ്ഞു വരുന്നത്. അതിന് പോലുള്ള എന്തില്ല മനുഷ്യൻ അത്രയ്ക്ക് ആരാ. ഇത് പറഞ്ഞിട്ട് പറയുക, നിങ്ങളുടെ വാക്കുകൾ എങ്ങനെ ആയിരിക്കണം. ഇനി നോക്കിക്കേ, നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മളൊക്കെ സ്കൂളുകളിലൊക്കെ പഠിച്ചു വളർന്നപ്പോൾ സമയത്ത് നമ്മളെല്ലാം പറയാറുണ്ടല്ലേ,
ഒരു കാര്യം നോർമലി പറഞ്ഞാൽ ചിലപ്പം ആൾക്കാർ എന്ത് ചെയ്യത്തില്ല. അതുകൊണ്ട് പറയുക, നമ്മൾ പറയും സത്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുക. എനിക്ക് എന്നിട്ടൊന്നും ആൾക്കാർ വിശ്വസിക്കുന്നില്ല പറയുന്ന ഒരു കാര്യം, എന്റെ പപ്പയാണ് എന്റെ മമ്മിയാണ്, അത് കേട്ട് അവസാനത്തെ അതിന് വേറെ വലത് എന്ത് ചെയ്യും. എന്തുകൊണ്ട് നമ്മൾ ഇതിങ്ങനെ പറയാൻ കാരണം എന്ന് ഒറ്റ കാരണമാണ്, നമ്മുടെ വാക്കിനെ അവരെന്ത് ചെയ്യണം. കാരണം നമ്മുടെ പപ്പായും മമ്മിയും ഒക്കെ വെച്ച് പറയുമ്പോൾ അവർക്കും അറിയാം അവർക്ക് ദോഷം വരുന്ന നമ്മൾ എന്ത് ചെയ്യത്തില്ല. അവൻ പറയുന്ന എന്തൊരിക്കലും നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാക്കി വിചാരിക്കാം. നമ്മളെങ്ങനെ എഴുതിയിട്ടില്ല, ഞാനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്. ഇതൊരു അർത്ഥത്തിലാണ് കർത്താവ് ഇവിടെയും പറയുന്നത്. അവര് ദൈവത്തിന്റെ നാമൊന്നും എടുക്കത്തില്ല, പക്ഷെ ബാക്കി നാമത്തിന്റെ കാര്യം എന്ത് ചെയ്യും. അങ്ങനെ അവർ തങ്ങളുടെ വാക്കുകളെ മറ്റുള്ളവരെ വിശ്വാസയോഗ്യമാക്കി എന്ത് ചെയ്യുന്നത്, മാറ്റുന്നത്. പക്ഷെ കർത്താവ് പറയുക, ഞാനും നിങ്ങളോട് പറയുന്നത് നിങ്ങൾ അത് എന്ത് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം നമ്മൾ ഒരു വാക്ക് പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് എന്താകണം. ഇത് പലപ്പോഴും നമ്മൾ പറയുന്ന വാക്കുകൾ അതിന്റെ 7 എണ്ണത്തിലുള്ള ഒരു പുല്ല് പോലും മുളകത്തില്ലെന്ന് പറഞ്ഞ അവസ്ഥയാണ്. കാരണം അത്രയ്ക്ക് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്. ഇനി ശ്രദ്ധിക്കണം, അത് നിങ്ങളുടെ വാക്കുകൾ ഊവെന്നും അടുത്ത പദം അതിലധികമായി വരുന്നത് അനുവദിക്കുക. അപ്പോൾ വളരെ വ്യക്തമായി പറയുക, നാവിനെ നമ്മൾ എന്ത് ചെയ്താൽ പറ്റത്തുള്ളൂ. നമ്മുടെ വാക്കുകൾ എങ്ങനെയുള്ളതാകണം, വിശ്വാസയോഗ്യം. ഇന്ന് വേറെ ചിലർ കുറെ മിടുക്കൻ എന്താണെന്നറിയാം. ഏറ്റവും വലിയ പ്രത്യേകത എന്തായാലും കള്ളത്തരത്തെ പോലും നമ്മൾ സത്യവാദം ചെയ്യും. കള്ളത്തരത്തെ പോലും സത്യമായി പ്രസന്റ് ചെയ്യാൻ ആരാ മിടുക്കരായ. കർത്താവ് ഇവിടെ പറയുന്ന പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ അങ്ങനെ ചെയ്താൽ എവിടെ കിടക്കുകയില്ല, സ്വർഗരാജ്യത്തിൽ. 15-ാം സംഘത്തിൽ നമ്മൾ വായിക്കുമ്പോൾ യഹോവേ നിന്റെ കൂടാരത്തിൽ നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ, പിന്നെ ഞാനിവിടെ പറഞ്ഞിട്ടുള്ള പിന്നെ നമുക്ക് വേണ്ട ഏറ്റവും അവസാനത്തെ വാക്യം, ഇങ്ങനെ ചെയ്യുന്നവർ ഒരു നാളും. 1-ാമത്തെ വാക്യം ക്ഷമിക്കണം, ബന്ധുക്കോസ്താർ ഒറ്റ ആഗ്രഹമുള്ളൂ. 1-ാമത്തെ വാക്യം ഏത്? യഹോവയുടെ കൂടാരത്തിൽ പിന്നെ വിശുദ്ധ പർവ്വതത്തിൽ ഇങ്ങനെ ചെയ്യുന്നവർ. എങ്ങനെയെന്നുള്ള ചോദ്യമില്ല, എങ്ങനെ ചോദിക്കണം. ഇതിന്റെ ഇടയ്ക്ക് 11 നിയമം പറയുന്നുണ്ട്. 11 നിയമം. അതിനകത്ത് 2-3 കാര്യങ്ങൾ വളരെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 1-ാമത്തെ കാര്യം എന്ന് പറയുന്നത് അവിടെ ശ്രദ്ധിച്ചാൽ മതി. ഹൃദയപൂർവം സത്യം, ഇതുമായിട്ട് ബന്ധപ്പെട്ട മാത്രമാണ് ഞാൻ പറയുന്നത്. ഹൃദയപൂർവം സത്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു, വിവരിക്കുന്നില്ല. ഹൃദയപൂർവം. 2, നാവ് കൊണ്ട് കുരുള. നാവ് കൊണ്ട് എന്താ കുരുള? അതിനെ ഒന്നും കൂടെ ചേർത്ത് പറഞ്ഞ ഇവിടെ ഇല്ലാത്ത ഒരാളുടെ കുറ്റം പറയുന്നതിനെ വിളിക്കുന്ന പേരാ നാവ് കൊണ്ട് കുരുള. 11 നിയമങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വന്നിട്ടാ പറഞ്ഞു ഇങ്ങനെ ചെയ്യുന്നവൻ എങ്ങനെ. 11 ഞാൻ ആ ഭാഗം അവിടെ വിടുന്ന ഒറ്റ കാര്യം പറയാം. നമ്മുടെ വാക്കുകൾ എങ്ങനെയുള്ളതായിരിക്കണം? വിശ്വാസയോഗ്യം. യാക്കോബിന്റെ ലേഖനത്തിൽ ഇത് തന്നെ പറയുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിലേക്കാണ്. ഏറ്റവും അവസാന വാക്യങ്ങളിലേക്ക് എത്തുന്നതിന് മുൻപ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. 12-ാം വാക്യം, വിശേഷ സഹോദരന്മാരെ, സ്വർഗത്തെയോ ഭൂമിയോ മറ്റു യാതൊന്നിനെയും ചൊല്ലി സത്യം എന്ത് ചെയ്യരുത്. വാക്യം ശ്രദ്ധിച്ചേ. സ്വർഗത്തെയോ ഭൂമിയെ മറ്റു യാതൊന്നിനെയും ചൊല്ലി എന്ത് ചെയ്യരുത്, സത്യം ചെയ്യരുത്. ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഊവെന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും. ഇത് വാക്യം ദൈവമക്കൾ മറന്നു പോകുന്നത്.
ശിക്ഷാവിധിയിൽ അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ എവിടെ അകപ്പെടും? ഒരു കാര്യം എന്നോട് ചെയ്തു തരാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറി എന്ന് പറയുക, വേറെ വല്ല പണിയില്ലെന്ന് ചോദിച്ചാൽ ഈ പ്രവൃത്തിയൊക്കെ കർത്താവ് പറയുക, ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിപ്പിക്കും? ശിക്ഷാവിധിയിൽ. ഇപ്പോഴൊന്നും സംഭവിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ പോലും ഓർക്കുക, ഒരിക്കൽ നാം നിന്നെ മറ്റു, ഒരിക്കൽ നാം നിൽക്കണം. ഇപ്പൊ നമ്മളോട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് നമ്മളോട് ഭയങ്കര നമ്മൾ മാറി നിന്നിട്ട് എന്ത് ചെയ്യുക? നമ്മളെ പിടിച്ച് വാക്കുകൾ ഉപയോഗമെന്നാണോ? അല്ല, നമ്മളോട് എന്ന് പറഞ്ഞ് നമ്മോട് മാറി നിന്നിട്ട് എന്ത് ചെയ്യുക? ഇതിനർത്ഥം യാക്കോബ് പറയുക, അങ്ങനെ ചെയ്താൽ എന്തുണ്ടായിരിക്കും? ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ഇരിക്കട്ടെ. വാക്കുകൾ എങ്ങനെയുള്ളതായിരിക്കണം? വാക്കുകൾ എങ്ങനെയുള്ളതായിരിക്കണം? വിശ്വാസയോഗ്യം. വാക്കുകൾ എങ്ങനെയുള്ളതായിരിക്കണം? എന്റെ പിതാവ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങളോട് പോലും നമ്മൾ കള്ളം പറയാതിരിക്കാൻ എന്തിയാണ്? ഒരു കാര്യം മേടിച്ചു തരാമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഇല്ലെങ്കിൽ എന്ത് ചെയ്യരുത്? കാരണം അത് അവരുടെ മനസ്സിൽ കിടക്കും. ഞാൻ പറഞ്ഞതിന്റെ സ്ഥാനം, ദൈവമക്കളുടെ ഹൃദയത്തിനകത്ത് സത്യം ഉണ്ടായിരിക്കണം. ദൈവമക്കളുടെ വാക്കുകൾക്കകത്ത് എന്തുണ്ടായിരിക്കണം? ഇതില്ല എങ്കിൽ നാം എവിടെ അകപ്പെടും? കാരണം എന്തറിയോ? കർത്താവിന്റെ പ്രത്യേകത എന്തറിയോ? അവൻ സത്യമാണ്. പോഷ്കാരെ അപ്പൊ നാം പോഷ്ക്ക് സംസാരിച്ച് നമ്മുടെ വാക്കുകൾ ഹൃദയകരം അല്ലെങ്കിൽ നമ്മൾ വസിക്കുന്ന ആത്മാവേദ. അതുകൊണ്ട് പലപ്പോഴും ആത്മീയ ലോകത്തിൽ നടക്കുന്ന പലതിനകത്തും ദൈവത്തിന്റെ അംഗീകാരമില്ല. അത് യാഥാർത്ഥ്യമാണ്. കലഹങ്ങൾ ഉണ്ടാക്കാൻ, കലഹങ്ങൾ സൃഷ്ടിക്കാൻ, സാർത്ഥമായ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി വാക്കുകളെ വളച്ചൊടിക്കുമ്പോൾ അതിനകത്തും നിശ്ചയമായിട്ട് എന്തുണ്ടായിരിക്കും? ശിക്ഷാവിധി. ദൈവത്തിന്റെ വചനം പറയുന്നു, ഇത് ആത്മാവിനാൽ എഴുതപ്പെട്ടതാണെങ്കിൽ ഇത് നിശ്ചയമായി എന്ത് ചെയ്തിരിക്കും? അത് കർത്താവ് പറയുക, പരീക്ഷന്മാരുടെ നീതി എന്ന് പറയുന്നത് അവർ സ്വർഗത്തെ കൊണ്ടും ജെറുസലേമിനെ കൊണ്ടും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ അതെന്ത് ചെയ്യരുത്. അവരുടെ നീതിയെ നിങ്ങൾ എന്ത് ചെയ്യണം? കവിയുന്നില്ല എങ്കിൽ എവിടെ കിടക്കുകയില്ല? സ്വർഗരാജ്യത്തിൽ എന്ത് ചെയ്തില്ല? രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ചിന്തിച്ചു. ഒന്ന്, ഉപേക്ഷണപത്രത്തെ കർത്താവ് എന്ത് ചെയ്യുന്നു? വെറുക്കുന്നു. രണ്ടാമത്തെ കാര്യം, കള്ളസത്യം എന്ത് ചെയ്യരുത്. 5:20 വാക്യമാണ്, നിങ്ങളുടെ നീതി പരീക്ഷന്മാരുടെയും ശാസ്ത്രിമാരുടെ നീതി എന്ത് ചെയ്യണം? കവിയുന്നില്ല എങ്കിൽ അവിടെ കിടക്കുകയില്ല. ഇത് പറഞ്ഞിട്ട് കർത്താവ് 4 കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ചിന്തിച്ചു. 1, കുല എന്ത് ചെയ്യരുത്. 2, വ്യഭിചാരം എന്ത് ചെയ്യരുത്. 3, ഉപേക്ഷണപത്രം എന്ത് ചെയ്യാൻ പാടില്ല. 4-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കള്ളസത്യം എന്ത് ചെയ്യരുത്. 5-ാമത്തെ 6-ാമത്തെ അടുത്ത ദിവസങ്ങൾ നമുക്ക് ചിന്തിക്കാം. 5-ാമത്തെ കാര്യം ഇവിടെ കർത്താവ് പഠിപ്പിക്കുന്ന പ്രധാനമായ കാര്യം, പ്രതികാരം എന്ത് ചെയ്യരുത്. 6-ാമത്തെ കാര്യം പറയുന്നത് ശത്രുക്കളെ എന്ത് ചെയ്യണം. നമുക്ക് ആ ഭാഗം അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം. എന്നാൽ നമ്മുടെ കണ്ണുകൾ ദൈവത്തിന് കിടക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവിനോട് ദൈവത്തിന് പ്രാർത്ഥിക്കാം. കർത്താവിൻ നാം ദൈവത്തിൽ കേട്ടതുപോലെ നമ്മുടെ വാക്കുകൾ വിശ്വാസയോഗ്യമായി തീരേണ്ടതിനാൽ, നമ്മുടെ വാക്കുകൾ ഏറ്റവും കർത്താവിന് രുചികരമായി തീരേണ്ടതിനാൽ, മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരേണ്ടതിനാൽ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവകരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുക. കേൾപ്പിച്ച വചനം ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഇത് കേട്ട ഓരോ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ വചനം അനുസരിച്ച് ജീവിക്കാനുള്ള ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. ഒരിക്കൽ പോലും ദൈവവചനത്തെ വിട്ട് പിന്മാറുവാൻ, അതിൽ നിന്ന് മാറിപ്പോകുക ദൈവം ഞങ്ങളെ ഇടയാക്കാതെ, കർത്താവിന്റെ വചനത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ കൃപ ദൈവം ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ട എല്ലാവരും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഒരുപോലെ അനുഗ്രഹിച്ചാണ് പ്രാർത്ഥനയുടെ സ്വാമി യേശു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.